ഹായ് എവരി വൺ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുടിലട എന്ന സ്ഥലം എക്സ്പ്ലോർ ചെയ്തിരുന്നു. അടുത്തായി നമ്മൾ പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ചെല്ലൻചേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ചേട്ടൻ്റെ കട ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ ഓല മേഞ്ഞ കട കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ശനി ഞായർ ദിവസങ്ങളാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ അത്യാവശ്യം തിരക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് ചായ കുടിക്കണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ വർക്കിംഗ് ഡേയ്സിൽ വരിക. എന്തായാലും ചെല്ലൻചേട്ടൻ നല്ല തിരക്കിലാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഓർഡർ പറഞ്ഞിട്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ചായയും പരിപ്പുവടയും ഉഴുന്നുവടയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെല്ലൻചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാണ്ട് അതും ചെയ്യാം. ചേട്ടാ, ചെല്ലൻചേട്ടൻ്റെ പരിപ്പോടെയും ഉഴുന്നോടെയും ഉണ്ട്. രണ്ടും നല്ല ക്രിസ്പിയാണ്. ചട്നി സൂപ്പറാണോ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? മസ്റ്റ് ട്രൈ. ചെല്ലൻചേട്ടാ, ഞായറാഴ്ച ഞാൻ തിരക്കിലാവും അല്ലേ? ശനി ഞായർ തിരക്കുണ്ടാവും അല്ലേ? ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നില്ലേ? ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏട്ടൻ തന്നെയാണ് മെയിന്. ഞങ്ങൾ മലപ്പുറത്ത് എടപ്പാടുന്നാണ് വരുന്നത്. ഇപ്പം എത്ര കൊല്ലം ഇവിടെ ചായക്കട? 50 വർഷം. രാവിലെ എപ്പോഴാണ് കട തുറക്കുക? ഏകദേശം 6 മണിയാകുമ്പോൾ ചായ ആവും അല്ലേ? എത്ര മണി വരെ ഉണ്ട് കട? വൈകിട്ട് 7 മണി വരെ അല്ലേ? ഇച്ചിരി അരിമുറുക്ക ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? ഒന്ന് പറയോ? ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആണല്ലോ ഈ സ്ഥലം. കുറെ ആൾക്കാർ വരുന്നില്ലേ? നിറയെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. പുരാതനമായിട്ട് ഉള്ളതാണ് ചിങ്ങഞ്ചിറ അമ്പലം. ഇതൊക്കെ ഞങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് 65 കൊല്ലമായി. 65 കൊല്ലമായി ഞങ്ങൾ ഇവിടെ കട വയ്ക്കാൻ വന്നിട്ട്. കുഴപ്പമില്ല. ഇപ്പോൾ ഈ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ട് 3-3.5 കൊല്ലമായി. 3.5 കൊല്ലം ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ വീടുകൾ കുറവാണ്. കുറച്ച് വീടുകളേ ഉള്ളൂ. വ്യാപാരമൊക്കെ കുറവായിരുന്നാണ് ഇത്രയും ആൾക്കാരിനൊന്നും കാണില്ല. അപ്പോൾ ഈ ഷൂട്ടിങ്ങുകാർ വന്ന് ഷൂട്ടിങ് സിനിമയൊക്കെ എടുത്ത് ഫോണിൽ കൂടി അയച്ചു വിട്ടു. അപ്പോൾ അവരുടെ കട ഫേമസ് ആകാൻ കാരണം അതാണ്. പിന്നെ നമ്മുടെ കട പിന്നെ പേര് കൊടുത്തിട്ടില്ല, എന്നാലും വ്യാപാരത്തിന് കുഴപ്പമില്ല. പേര് കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ, കുട്ടി ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ വെളിയിൽ വന്ന് ഫോട്ടോ എടുക്കണം അച്ഛമ്മ പറയും. ഫോട്ടോ എടുക്കണം പറഞ്ഞാൽ ഞാൻ വെളിയിൽ പോയി ഫോട്ടോ എടുത്ത ഈ സാധനങ്ങൾ കേൾക്കുമ്പോൾ അവർ കാത്തു നിൽക്കില്ലല്ലോ. അപ്പം ഞാൻ പേര് കൊടുത്തില്ല. സിനിമ ഷൂട്ടിങ്ങിനും ഒരു ദിവസം കൊടുത്തു, പഴയ റേഷൻ കടയ്ക്ക് കൊടുത്തു. എന്നാലും പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ വെളിയിൽ പോയി ഫോട്ടോ എടുക്കണം പറയുക. അവർ വെളിയിൽ വന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ അവരുടെ ഫേമസായി. നമ്മൾ ഫേമസ് ആയിട്ടില്ലെങ്കിൽ വ്യാപാരത്തിന് കുഴപ്പമില്ല. അങ്ങനെ ചെല്ലൻചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി. ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ അടുത്ത് എത്തിയിട്ടുള്ളത്. ആൽമരങ്ങളാൽ ചുറ്റപ്പെട്ട ഇവിടെ പ്രത്യേകിച്ചൊരു ക്ഷേത്രമില്ല എന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ 2 ആൽമരങ്ങളുടെ നടുവിലായിട്ടാണ് കറുപ്പസ്വാമിയുടെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. ആ ആൽമരങ്ങൾക്ക് ഏകദേശം 2000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വഴിപാടുകൾ കഴിപ്പിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് കോഴി, ആട് തുടങ്ങിയവയെ ബലി കഴിപ്പിച്ച് അത് പാകം ചെയ്ത് സ്വാമിക്ക് സമർപ്പിക്കലാണ്. കൊല്ലങ്കോട് വരുമ്പോൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രം. അതുപോലെ തന്നെ കുഞ്ഞിരാമായണം, ഒടിയൻ തുടങ്ങിയ സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. അങ്ങനെ പ്രകൃതി ക്ഷേത്രം കണ്ടിറങ്ങി ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. സമയം ഏകദേശം ഉച്ചയായി. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി. അത് നമ്മളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് സ്പോട്ടിലേക്കാണ് പോണത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.